ഹായ് ഫ്രണ്ട്സ്, ഇതിൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണേ. ഒരു ചെറിയ ഞായറാഴ്ച വിശേഷമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ തന്നെ അച്ഛൻ പൂച്ചക്കുട്ടിയുടെ മേത്തത്തെ അഴുക്കൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ എല്ലാവർക്കും സംഭവം എന്താ മനസ്സിലായല്ലോ. ആകാശത്തുകൂടെ ഹെലികോപ്റ്റർ പോകുമ്പോൾ അച്ഛൻ ഞങ്ങളെ വിളിച്ച് കാണിച്ചു തരുന്നതാട്ടത്. ആകാശത്തുകൂടെ എപ്പോൾ ഹെലികോപ്റ്റർ പോയാലും അല്ലെങ്കിൽ വിമാനം പോയാലും അച്ഛൻ ഞങ്ങളേനും കുട്ടികളെയൊക്കെ വിളിച്ച് കാണിച്ചു തരേ. അമ്മ പിന്നെ അടുക്കളയിൽ പണിയുടെ തിരക്കാം. നമ്മുടെ ഇച്ചിട്ട് അപ്പളേക്ക് നീച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിട്ട് ഇപ്പോൾ ഇടയ്ക്ക് നേരത്തെ നീക്കി കിട്ടോ. നീച്ച തന്നെ അവൻ്റെ മെയിൻ ഹോബി എന്താണെന്ന് വെച്ചാൽ ഈ മീനുകളൊക്കെ കാണുക, അതിനൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അവനൊക്കെ ഭയങ്കര ഇഷ്ടമാണേ. അവനെന്തോ ഈ മീൻ പിന്നെ ആ മാഗ്നറ്റ് പോലത്തെ സംഭവമൊക്കെ അങ്ങനെ ഇങ്ങോട്ടൊക്കെ എനക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അച്ഛനും മകനും കൂടെ പാട്ട് വെച്ചിട്ട് പോയി ഡാൻസ് കളിക്കലൊക്കെ തുടങ്ങി. പിന്നെ അതാ ഞാൻ ഇച്ചൂട്ടനും കുറച്ച് നേരത്തെ നീച്ച കാരണം കൊണ്ട് അമ്മ അമ്പലത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് പോവാം. ഇത് ഇച്ചൂട്ടിൻ്റെ കുളിച്ചും കാണാൻ വന്ന പൂച്ചക്കുട്ടിയാണേ. കുളി കഴിഞ്ഞതും ഇച്ചൂട്ടിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കൃഷ്ണനെ തൊടുക, കൃഷ്ണൻ്റെ ഓടക്കുള്ളിൽ വലിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇച്ചൂട്ടിന് ഈ കൈ പിടിക്കുന്നത് തീരെ ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ കുറച്ചിടെയായിട്ട് അവൻ കൈ പിടിക്കാനും തൊഴാനും ഒക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. കുറിയിടാൻ നിന്ന് തരാറൊന്നുമില്ല, എന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ തൊടും കേട്ടോ. അമ്മ പിന്നെ അടുക്കള പണിയിലാണ്, പുട്ടുണ്ടാക്കലും ചായ വെക്കലും ഇതൊക്കെ എൻ്റെ തിരക്കിലാണ് കേട്ടോ അമ്മ. ഈ ഗ്യാപ്പിൽ നമ്മുടെ ഇച്ചുട്ടൻ സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അമ്പലത്തിലിടാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഏട്ടൻ്റെ പേഴ്സ് തപ്പാണേ. നമ്മുടെ ഇച്ചൂട്ടിൻ്റെ വീഡിയോ അച്ഛൻ എടുക്കണ കാരണം കൊണ്ട് അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് വേഗം അച്ഛൻ്റെ കൈക്ക് ചാടാൻ ഇച്ചൂട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഒരുങ്ങി വന്നു. ഒരുക്കം പറഞ്ഞാൽ വലിയൊരുക്കൊന്നല്ല, ഇവിടെ അടുത്താണ് അമ്പലം. അപ്പോൾ ഞാൻ ഇച്ചൂട്ടനും കൂടിയിട്ട് അങ്ങോട്ട് ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞാൽ അമ്മ ഞായറാഴ്ച അല്ലേ ഒന്ന് പോയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞയച്ചതാണ് കേട്ടോ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഉച്ചയ്ക്കും വീട്ടിലെത്തിയപ്പോഴോ ഏട്ടൻ ഭയങ്കര ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ അക്വറിയത്തിൽ കാണില്ലേ, ഭയങ്കര ചളിയാണ്. 2-3 ആഴ്ചയുണ്ടാവും അത് വൃത്തിയാക്കിയിട്ട്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഒരു ഞായറാഴ്ച കിട്ടിയ അല്ലെങ്കിൽ ഒരു ലീവ് ദിവസം കിട്ടിയ ഏട്ടൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ അക്വറിയം വൃത്തിയാക്കുക, മീനുകളതിനൊക്കെ അങ്ങനെ മാറ്റിയിടുക, അതുപോലെ നായ്ക്കുട്ടീനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കുക, നായ്ക്കൂട് കഴുകുക, മീൻ പിടിക്കാൻ പോവുക, ഇതൊക്കെയാണ് കേട്ടോ ഏട്ടൻ്റെ മെയിൻ പരിപാടികളെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്ര പോവുക. ഏട്ടൻ ഇന്ന് രാവിലെ എല്ലാവരും തിരക്ക് പിടിച്ച സമയത്താണ് കേട്ടോ അത് ചെയ്യുന്നത്. ഈ ഗ്ലാസിൻ്റെ അക്വേറിയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കാനും ഇതിനൊക്കെ എന്തായാലും പിടിച്ചിട്ട് ചെരിക്കാനും മീനുകളതിനൊക്കെ മാറ്റിയിടാനൊക്കെ എന്തായാലും ഒരാളുടെ സഹായം വേണം. ഇന്നാണെങ്കിൽ ഭയങ്കര തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. തിരക്ക് പിടിച്ച ദിവസം പറഞ്ഞാൽ എല്ലാവരും അവനവരുടെ പണിയിൽ തിരക്കിട്ട് നടക്കുന്ന ടൈമിലാണ് ഏട്ടൻ്റെ ഈ കലാപരിപാടികൾ തുടങ്ങിയത്. അതുകൊണ്ട് ഏട്ടനെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ വലിയ കക്ഷികൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ അച്ഛൻ കുളിക്കുന്ന സമയമായിരുന്നു. അച്ഛനാണ് മെയിനായിട്ട് ഏട്ടനെ ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിലോ ഉണ്ണിക്ക് ഫുഡ് കൊടുക്കുക, ഉണ്ണീനെ ഉറക്കുക, അങ്ങനെ തിരക്കിൽ. അമ്മയാണെങ്കിൽ അടുക്കള പണ്ട് തിരക്കിൽ. സുന്ദു ആണെങ്കിൽ വർക്കുണ്ടായിരുന്നു കേട്ടോ. സുന്ദു എന്ന് പറയുന്നത് ഏട്ടൻ്റെ അനിയനാണേ. അപ്പോൾ ഈ കണ്ണ് പോലത്തെ ഇതിൽ വെള്ളമൊക്കെ ചീറ്റിയിട്ട് അക്വേറിയൊക്കെ ചളി കളഞ്ഞ് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇച്ചുവിൻ്റെ പാപ്പന്മാരെത്തി. അപ്പോൾ പാപ്പന്മാർ വന്നിട്ടാണ് ഇച്ചുവിൻ്റെ അച്ഛനെ കുറച്ച് ഹെൽപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച നേരത്തെ കുളിച്ചൂടെ എന്ന് ചോദിച്ചതിനുള്ള ഡയലോഗാണിത്. ഭയങ്കര വൃത്തിയാക്കലായിരുന്നു, ആ കൈയൊക്കെ മുറിഞ്ഞു അങ്ങനെയൊക്കെ പറയാം കേട്ടോ ഏട്ടൻ. അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് പരിപാടിയും ഏട്ടൻ്റെ വക തന്നെ കേട്ടോ. ഞാനൊരു തവണ അങ്ങനെ വൃത്തിയാക്കിയിട്ട് പോയതാണ്. എന്നിട്ടും അവർ വെള്ളം നിറയ്ക്കുന്ന ടൈമിൽ കുറച്ച് വെള്ളമൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ രണ്ടാമത് തുടയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തായാലും ഏട്ടനെ ചീത്ത വെക്കും. അപ്പോൾ ഇതാ അക്വേറിയൊക്കെ വൃത്തിയായി, മീനിനൊക്കെ തിരിച്ച് അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ഏട്ടൻ ഇടുകയാണ് കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നല്ല ചളിയൊക്കെ വൃത്തിയായിട്ടുണ്ട്, ചളിയൊക്കെ പോയിട്ടുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ അക്വേറിയൊക്കെ മെയിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇച്ചൂട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അവന് കാണാനും കളിക്കാനും അവന് എന്താ പറയുക, അവന് അടിപൊളി ഒരു വൈബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടൻ ഈ അക്വേറിയൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഒരു ഉറക്കം കഴിഞ്ഞിട്ട് നമ്മുടെ ഇച്ചൂട്ട് നീച്ച് വന്നിട്ടുണ്ട്. പാപ്പന്മാരൊക്കെ ഇച്ചൂട്ടിന് വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഇച്ചൂട്ട് ഉറങ്ങുമായിരുന്നു. ഉറക്കം കഴിഞ്ഞത് പാപ്പ എടുത്തിട്ട് ആ മീനിനൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇച്ചൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മീനുകൾ ഇങ്ങനെ കാണാനും തൊടാനും അങ്ങനെയൊക്കെ. ഭയങ്കര കളർഫുള്ളായതുകൊണ്ടായിരിക്കാം ഇവന് വേണ്ടിയിട്ടാണ് ഈ അക്വേറിയം, മീൻ അതൊക്കെ ഏട്ടൻ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ അമ്മയ്ക്കും ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായി മീൻ വളർത്തുക, ചെടി വളർത്തുക, പെറ്റോള്. അമ്മയ്ക്കും ഏട്ടനൊക്കെ ഭയങ്കര ജീവനുള്ള കാര്യമാണ് കേട്ടോ. ഇതുണ്ടോ നമ്മുടെ ഇച്ചൂട്ടനെ കളിപ്പിക്കുകയാണ് പാപ്പന്മാരെ. അപ്പോൾ ഇച്ചൂട്ടിനെ കുറച്ച് കിടത്തി കളിപ്പിച്ചതിന് ശേഷം അവരൊക്കെ കൂടി മുകളിലേക്ക് പോയിട്ടോ. അപ്പോഴേക്ക് ഇതാ ഞായറാഴ്ച അച്ചച്ചൻ വന്നിട്ടുണ്ട്. ഞായറാഴ്ച അച്ചച്ചൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പാപ്പനാണ് കേട്ടോ. പാപ്പൻ കുട്ടീനെ കാണാൻ വരിക, അതായത് ഞങ്ങളുടെ പാപ്പൻ നമ്മുടെ ഇച്ചൂട്ടിൻ്റെ അച്ചച്ചനാണ്. ഇച്ചൂട്ടിൻ്റെ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ഇച്ചൂട്ടിനെ കാണാൻ വേണ്ടിയിട്ട് പാപ്പൻ വരും. ഒരാഴ്ച വീട്ടിൽ പോയി നിന്നതിൻ്റെ പരിചയക്കേടാണ് ഇത്. ഇപ്പോൾ പാപ്പൻ്റെ അടുത്തേക്ക് പോകണില്ല. പാപ്പൻ്റെ അടുത്തേക്കൊക്കെ പോയിരുന്നതാണ്. പിന്നെ നമ്മുടെ ഇച്ചൂട്ട് ഇപ്പോൾ ചെറുതായിട്ടൊരു പരിചയക്കേടൊക്കെ കാണിക്കുന്നുണ്ട്.
ചിലയിടത്തും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചിലവരടുത്തൊക്കെ ഭയങ്കര പരിചയക്കെട്ടാണ്. പിന്നെ ഫോട്ടോസ് ഉണ്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസാണ് ഇത്. ഇതൊക്കെ ഏട്ടൻ സെറ്റ് ചെയ്തതാണേ. പിന്നെ അമ്മയും മേമയും എല്ലാവരും കൂടിയിട്ട് ഉണ്ണീനെ ഇങ്ങനെ കളിപ്പിക്കുക. ഈ ടൈമിൽ ഒരാൾ മീൻ പിടിക്കാനാന്ന് പറഞ്ഞിട്ട് ഉമ്മടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ ഞാഞ്ഞുള്ളിനൊക്കെ പിടിച്ചിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോവുക. മസാലയൊക്കെ റെഡിയാക്കി വെച്ചോ, വലിയ മീനിനൊക്കെ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് തള്ളിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പിന്നെ ഞാനും പറഞ്ഞു റെഡിയാക്കി വെക്കാമെന്ന് കൊണ്ടുപോകാമെന്ന്. ആ ടൈമിൽ ഞാൻ കുറച്ച് ഉണങ്ങിയ തുണികളൊക്കെ മടക്കി ഒതുക്കി അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ പിടിക്കാൻ പോയ മീൻകാരൻ വരുന്നത് പിന്നെ രാത്രിയാണ് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ കൂട്ടി വെച്ച് വലിയ മീനായിട്ട് വരാമെന്ന് പറഞ്ഞ ആളാണ്. ഇതേ കണ്ടില്ലേ, ഇതാണ് കിട്ടിയ മീൻ. ആകെ 2-3 അത് എന്തിനും. അപ്പോൾ പിന്നെ എങ്ങനെയായാലും പോയി കടയിൽ നിന്നാണെങ്കിൽ മീൻ വാങ്ങിച്ചു വന്നു. ഞാൻ മസാല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തള്ളുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സോയാബീൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ദോശയ്ക്ക് വേണ്ടി മാവ് അരയ്ക്കാൻ പോയ ഗ്യാപ്പിൽ അതങ്ങോട്ട് കരിഞ്ഞു. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഏട്ടനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ കുറച്ച് ബോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച എത്ര പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ ഞായറാഴ്ചയുടെ കഷ്ടപ്പാട് എന്താണെന്ന് വെച്ചാൽ, ഏട്ടൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് വെച്ചാൽ, ഇതേ ഇങ്ങനെയുള്ള അക്വേറിയം, ചളി പിടിച്ച് കിടക്കണ്ടായിരുന്ന ഇങ്ങനെ ഉണ്ടായിരുന്ന അക്വേറിയം ഇങ്ങനെ ആക്കി എന്നുള്ളതാണ് കേട്ടോ. അതും നമ്മുടെ ഇച്ചൂട്ടിന് വേണ്ടിയിട്ട്. ഈ അക്വേറിയം വൃത്തിയാക്കുന്ന പരിപാടി ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ. എന്നാലും ഏട്ടൻ ഒറ്റയ്ക്ക് ചെയ്തു. അതിൻ്റെ ഇടയിൽ കുട്ടികൾ വന്നിട്ട് അവരും വെള്ളം നിറച്ച് വയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായിച്ചു കേട്ടോ. ഇച്ചൂട്ടിന് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ അക്വേറിയം ഇങ്ങനെ കാണാൻ. ഭയങ്കര കളർഫുൾ ആയതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം കഴിഞ്ഞേ. അപ്പോൾ ഒന്ന് ഭയങ്കര തിരക്ക് പിടിച്ചൊരു വീഡിയോ എടുപ്പായ കാരണം കൊണ്ട് ഒരുപാട് ക്ലിപ്സൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ശരി.